അങ്ങനെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് നമ്മൾ വന്നിട്ടുള്ളത് കസാഖിസ്ഥാനിലേക്കാണ്. ഹായ്, വെൽക്കം ടു കസാഖിസ്ഥാൻ ട്രാവൽ സീരീസ് പാർട്ട് 1. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വന്നത് സിം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു സ്റ്റോറിൽ തന്നെ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഈ ഷോപ്പിൽ തന്നെയാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിന്. കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് വിസ ആവണ അറിയില്ലല്ലോ, അങ്ങനെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്ത് വന്ന് ഈ ആൻഡെക്സിലൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി വന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിശപ്പുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഡ്രൈവറോട് ചോദിച്ച ഒരാൾ പറഞ്ഞത് നല്ലൊരു ഫേമസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനെ ആൾ കൂട്ടി വന്നതാണ് ഇത് ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്, നല്ല ഫുഡ് കിട്ടുന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പോകുന്ന വയ്ക്കാണ്. നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന റൂമിലേക്ക് പോകുന്ന വയ്ക്കലാണ് ഈ ഹോട്ടൽ. അങ്ങനെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ കുറച്ച് സലാഡ് കഴിച്ച്, കുറേ ദിവസമായാലും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. കുറച്ച് സലാഡും കഴിച്ച്, പിന്നെ ബീഫിൽ ഡോണറും കഴിച്ച്. ഒരാൾ ഓരോ നെയ്ച്ചിനാണ്, ബീഫിൽ ഡോണറും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നേരെ പോയി റൂമിലേക്ക്. ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. രാത്രി പിന്നെ നേരെ റൂമിൽ പോയി ഫുഡ് കഴിച്ച് കടന്നുറങ്ങിയതിന്. അങ്ങനെ റൂമിൻ്റെ പുറത്തിറങ്ങിയാലുള്ളൊരു വ്യൂ ആയത്. ഇവിടെ ഇപ്പോൾ ഓട്ടോമൻ സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും നല്ല യെലോയിഷ് ആൻഡ് ഓറഞ്ച് തീമിലാണ് ഉള്ളത്. മാഷാഅല്ലാ, കാണാൻ എന്ത് രസം അറിയോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നേരെ വിട്ട് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ക്രോസാണ്ടും പിന്നെ കോഫിയും വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായത്. ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ ടാക്സി ആണിത്, ഈ ആൻഡെക്സിൽ കിട്ടിയത്. അങ്ങനെ നമ്മൾ രാത്രി അയാളോട് പറഞ്ഞ് നമുക്ക് രാവിലെ ഇന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ വരുക അങ്ങനെയെല്ലാം ചോദിച്ച് നമ്മൾ പിറ്റേ ദിവസം ആൾ നല്ല സ്വഭാവം, കുറച്ച് ഇംഗ്ലീഷും അറിയുന്നത് കൊണ്ട് നമ്മൾ എന്താക്കി പിറ്റേ ദിവസം രാവിലെ ഇവരേനും ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഈ വ്യൂ കണ്ട, നേരത്തെ നമ്മൾ കോഫി വാങ്ങാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കിയതാ. ജസ്റ്റ് റോഡ് സൈഡിലെ വ്യൂ ആയത്. എന്ത് രസം അറിയാം എന്നെ കാണാൻ. You have football stadium here in Almaty? Golf? A football stadium? Yes, we have football stadium. It's a central stadium in Abaya Street. But it's not very huge. People, they start to do new international stadium. അങ്ങനെ ഈ താത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പേര് കാത്രിൻ എന്നേനു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അവിടെയുള്ള ഓരോ ബിൽഡിങ്ങുകളും അത് ഇതെല്ലാം കാണിച്ചാണ്. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ വളരെ കുറവായിരുന്നു. ഇവർ മുമ്പ് നമ്മൾ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അതുകൊണ്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്. ഇന്നലെ രാത്രി കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മളെന്താക്കി ഇന്ന് രാവിലെ ആദ്യം ഈ താത്തനെ വിളിച്ചത്. അങ്ങനെ ഒരു കുറച്ച് സ്ഥലമെല്ലാം കാണിച്ചാണ് ഇങ്ങനെ നമ്മൾ നേരെ പോയത് ഷിംബുലാക്കിലേനു. ഷിംബുലാക്ക് സ്കീ റിസോർട്ട്. ഈ പോകുന്ന വഴിയാണെങ്കിൽ മാഷാഅല്ലാ എന്ത് രസം അറിയാം. ഫുള്ള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് യെലോയിഷ് ആൻഡ് ഓറഞ്ച് കളർ. പിന്നെ നമ്മൾ ഈ വണ്ടിക്കാണെങ്കിൽ സൺറൂഫ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ സൺറൂഫൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ആസ്വദിച്ച് പോകില്ലേ, അങ്ങനെയാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അറൗണ്ട് 1 hourൻ്റെ അടുത്ത് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഷിംബുലാക്കിൽ എത്തിയിട്ടുണ്ടായിന്. ഇവിടെ നമ്മളിങ്ങനെ വണ്ടി ഇറങ്ങി പുറത്ത് നിൽക്കുമ്പോൾ തന്നെ കേബിൾ കാർ പോകുന്നതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ എന്താക്കി കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാനും വേണ്ടി ടിക്കറ്റ് സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ടിക്കറ്റും എടുത്ത് നേരെ കയറി കേബിൾ കാറിൽ. ഫസ്റ്റത്തത് നമുക്ക് ക്ലോസ്ഡ് കേബിൾ കാർ ആയിരുന്നു. നമുക്ക് 2 എണ്ണം ഉണ്ട്. ആദ്യം ക്ലോസ്ഡിൽ പോയിട്ട് അവിടെ ഇറങ്ങും, എന്നിട്ട് അവിടുന്ന് ഓപ്പൺ കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ടിക്കറ്റ് എടുത്തത്. ആദ്യത്തെ ഈ ക്ലോസ്ഡ് മാത്രമാണെങ്കിൽ ഏകദേശം 5500 ടെങ്കേനു, കസാഖിസ്ഥാൻ ടെങ്കെ. അങ്ങനെ 5500 ടെങ്കെ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലത്തെ അറൗണ്ട് 1000 റുപ്പീസിൻ്റെ ഉള്ളിലും 40 ദിർഹംസിൻ്റെ അടുത്താണ് വരുന്നത്. കസാഖിസ്ഥാനിൽ വരാൻ പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സമയത്ത് വരണം. കാരണം വെച്ചാൽ ഈ കാണുന്ന വ്യൂ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്നോയും
സ്നോഫാൾ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല സ്നോഫാളുള്ള ഒരു ഏരിയ ആണിത്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, കാണുന്ന വ്യൂ ഫുള്ള് സ്നോ ലൈറ്റ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയാലാണ് ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെ അവിടുന്ന് നമ്മൾ ആദ്യം ഓപ്പൺ കേബിൾ കാറിൽ കുറച്ചും കൂടി മേലോട്ടേക്ക് പോയി. അങ്ങനെ പിന്നെ നമ്മൾ മേലോട്ടേക്ക് പോകുമ്പോൾ കേബിൾ കാറിൽ രണ്ടാൾ വെച്ച് പോവാം. എനിക്ക് മേലോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായത് ഒരു സൗദിക്കാരനും അടിപൊളി മനുഷ്യൻ. കുറേ എന്തെല്ലോ സ്റ്റോറിയും കാര്യങ്ങളും പറഞ്ഞത്. കുറേ അത്യാവശ്യം പോകാനുണ്ടായിരുന്നു. 10 അരമണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേബിൾ കാർ ഇങ്ങനെ പോകാൻ. അപ്പോൾ ഓരോ രാജ്യത്ത് പോയതും പിന്നെ നമ്മളെ നാട്ടിലത്തെ കുറച്ചെല്ലാം കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഫുള്ള് വൈബ് മനുഷ്യൻ. كيف كازاخستان؟ كازاخستان كويس 100 كازاخستان. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഡ്രോൺ ഷൂട്ടെല്ലാം എടുത്ത് നല്ല അടിപൊളി വ്യൂ ഉണ്ടായിന്. വിൻ്റർ സീസണിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലം മൊത്തം സ്നോ ആയിരിക്കും. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി താഴേക്ക് വന്ന് ഏകദേശം നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഈവനിങ് 5 മണി കഴിഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് ഒരു 5:30 ആവാനായിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ നേരെ താഴേക്ക് വന്ന് ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിന്. നമ്മൾ വായിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴും വായിന്ന് ഇങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ടായിന്. നമ്മൾ നേരെ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ റൂം അൽമാട്ടി സിറ്റിയിലായിരുന്നു. അങ്ങനെ സിറ്റിയിൽ റൂമിൽ ടാക്സിയിൽ വന്ന് റൂമിൽ ഇറങ്ങി ഒന്ന് ഫ്രഷ് എല്ലാം ആയി. ആദ്യം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇങ്ങനെ റോഡുകളിലേക്കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇയാളെ പാട്ടെല്ലാം കണ്ടത്. ഇനി ഇവരെ പാട്ടെല്ലാം കണ്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് അർബാത്ത് സ്ട്രീറ്റ്. ആ നേരത്തെ കേബിൾ കാറിൽ ഉണ്ടായ അറബി പറഞ്ഞതാ. അയാൾ പറഞ്ഞ് ഈ അർബാത്ത് സ്ട്രീറ്റിലും പോകണം, അടിപൊളി സ്ട്രീറ്റാണ്. അയാൾ ഇന്നലെ വന്നിട്ടുണ്ട്. അങ്ങനെ നൈറ്റ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മൾ അവിടത്തേക്ക് വന്നിട്ടുണ്ടായത്. അങ്ങനെ നേരെ ഇവിടെ വന്ന് ഇവിടെ അങ്ങനെ ഫുള്ളും മ്യൂസിക് ഷോ, ഡാൻസ് അങ്ങനത്തെ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ. ഈ അർബാത്ത് സ്ട്രീറ്റിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായത്. കാരണം രാവിലെ നമ്മൾ ചായയും പിന്നെ ഉച്ചക്കായിട്ട് ഒരു കേബിൾ കാറിൻ്റെ അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ചും തിന്നതായിരുന്നു. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് രാത്രി നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ വിചാരിച്ചെങ്കിൽ വന്ന് ഇവിടെ നിന്ന് ഒരു ഷവർമയും പിന്നെ റൈസ് വിത്ത് മീറ്റ് വരുന്ന ഇവരൊരു സ്പെഷ്യൽ ഐറ്റം, അങ്ങനെ അതും കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ട്.